സാർ, ഈ നാറ്റോ സഖ്യം കുറേ രാജ്യങ്ങളിലെ സൈനികരെ യുക്രൈനിലേക്ക് അയക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ യുക്രൈനെ സഹായിക്കാനായി കുറേ ആളുകളെ അയക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ റഷ്യ പറയുന്നു, ഒരൊറ്റയാണ് ഇവിടെ കാല് കുത്തിയാൽ അടിച്ച് ഓടിക്കും, ഞങ്ങൾ കാല് വെട്ടിയെടുക്കും എന്നാണ് റഷ്യ പറയുന്നത്. ആത്യന്തികമായ വിജയം നമ്മൾ അത്തരത്തിലുള്ളൊരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറയുന്നത്, ഞങ്ങൾ ഒരു രാജ്യത്തോടും ഒപ്പമല്ല, സമാധാനം, ലോകത്ത് സമാധാനം ഉണ്ടാകണം, അതിനെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ട, പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇതാണ് ഇന്ത്യയുടെ നിലപാട് എപ്പോഴും. ഇപ്പോൾ റഷ്യ ഇവിടെ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? ഇതിനകത്ത് ഇന്ത്യയുടെ നിലപാട് ഇപ്പം തന്നെ പറഞ്ഞതുപോലെ തന്നെ, ഇന്ത്യക്ക് സമാധാനം അല്ലെങ്കിൽ യുദ്ധം നിർത്തണമെന്ന് നമ്മൾ പരസ്യമായിട്ട് എപ്പോഴും പറഞ്ഞു. വേറെ ഏത് രാജ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്? വേറൊരു രാജ്യവും പറഞ്ഞിട്ടില്ല. റഷ്യക്ക് യുദ്ധം നിൽക്കണം താല്പര്യം. റഷ്യ പറയുന്നത്, റഷ്യ താല്പര്യപ്പെടുന്ന അത്രയും അവരുടെ കൈ കൊടുക്കാമെങ്കിൽ മാത്രം നിന്നാൽ മതി യുദ്ധം. ഈ പറയുന്ന മൊത്തം നയിച്ചവൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? ഈ യുക്രൈൻ്റെ സെലൻസ്കി പറയുന്നത് നടക്കട്ടെ. ഇപ്പോൾ അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയൊക്കെ രീതിയാണ്, എല്ലാം നശിച്ചു, ഇനി യുദ്ധം നടന്നുകൊണ്ടിരുന്നാലേ ചാപ്പടിക്കാൻ പറ്റത്തുള്ളൂ. പാകിസ്ഥാനെ വെച്ച് യുദ്ധം ചെയ്യിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ ഇതാ. പാകിസ്ഥാൻ ഇപ്പോൾ ഏത് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യും? കാരണം യുദ്ധം ചെയ്താൽ കുറേ ഫണ്ട് വരും വെളിയിൽ നിന്ന്, കുറേ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ അതിനകത്തും സാധനം എടുത്ത് ചാപ്പടിക്കാം. IMF ഫണ്ട് മേടിച്ചിട്ട് ആ പൈസയും കൊണ്ട് മുനീർ പോകുന്ന പോലെ അപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു യുദ്ധം എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. നാറ്റോയിൽ ചേരാൻ പോവുകയായിരുന്നു യുക്രൈൻ, അന്ന് അതാ പറ്റത്തില്ലെന്ന് പറഞ്ഞു, അന്ന് അതിനായി യുദ്ധം തുടങ്ങിയത്. ഇപ്പം ഈ വരുന്നത് എന്തുവാ? നാറ്റോയിൽ ചേരുന്ന ഒരു രാജ്യത്തിന് മാത്രം കിട്ടുന്ന സംരക്ഷണം, നാറ്റോയുടെ സംരക്ഷണം, 10,000 സൈനികരെ അവിടെ ഇറക്കി. അപ്പോൾ പിന്നെ നാറ്റോയിൽ ചേർന്നത് ഇതും ഒരേപോലെയല്ലേ? അതിനെ റഷ്യ അനുവദിക്കുമോ? റഷ്യ അനുവദിക്കത്തില്ല. റഷ്യ ഉടനെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യക്ഷത്തിൽ ഇത് റഷ്യ നേരത്തെ പറഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളും ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ പ്രസ്താവന പോലും നമ്മൾ പരിശോധിക്കണം. എനിക്കറിയാം ഇതാരൊക്കെ അതിൻ്റെ പുറകിലെന്ന്. ഈ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. റഷ്യൻ പുടിൻ പറഞ്ഞതാ, എൻ്റെ പ്രത്യക്ഷത്തിൽ ഇനി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു നീക്കം ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ നാറ്റോയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ തിരിച്ചടിച്ചിരിക്കും. അതിനകത്ത് ഒന്നാമത് വെച്ചാൽ ഒന്ന് ജർമ്മനി, പിന്നെ നമ്മുടെ ഈ അറിയാമല്ലോ ബ്രിട്ടൻ, അല്ല പിന്നെ ഫ്രാൻസ്. ബ്രിട്ടനാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുക. അതിനാ നേരത്തെ അവിടെ നിന്ന് ഒരു കപ്പലും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒരു സമുദ്രം മുഴുവൻ കൊള്ളുന്ന ഒരു കപ്പലോ ദ്വീപ് പോലും കപ്പൽ വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന പോലെ എല്ലാ രീതിയിലും യുദ്ധം ചെയ്യാം. അന്നോട്ടെ ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ പറഞ്ഞ അവരും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസത്തെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എണ്ണ തരുന്നതിന് വില കുറയ്ക്കുന്നു. ആ സമയത്ത് തന്നെ ഏതാണ്ട് $463 ബില്യൺ അവരുടെ നാറ്റോയ്ക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്ത് പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു, ആയുധം മേടിക്കാൻ അല്ലെങ്കിൽ ടെക്നോളജിക്ക് വേണ്ടി. അപ്പം ഈ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കാലം മുമ്പേ അവിടുത്തെ വിദ്യാർത്ഥികൾ യുവജനങ്ങൾക്കും ബങ്കറിനകത്തും അല്ലെങ്കിൽ മോക്ക് ഡ്രില്ല് കൊണ്ടും മറ്റ് പല രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പം യുദ്ധത്തിന് അല്ലെങ്കിൽ റഷ്യ അടിക്കട്ടെ, അതായത് നാളെ കാലത്തെ ഈ യുദ്ധം നിന്നാൽ ഇവർ വീണ്ടും ഭയക്കുന്നുണ്ട്. ഈ യുദ്ധം നിന്നാൽ അടുത്തടി ഉക്രൈൻ എന്തായാലും തീർന്നു, ഇനി അവനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇവൻ്റെ യുദ്ധം അങ്ങ് നിൽക്കട്ടെ ലൈവായിട്ട്. നമ്മൾ വിചാരിക്കും ഇത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ജർമ്മനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രാൻസിനെയോ മറ്റവരെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിടത്തിപ്പം ഒരിടത്ത് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക, വേറെ ഒരാളോട് തല്ലടിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് 2 തരണമെന്ന് ആഗ്രഹമുണ്ട്, ഇവനെ അടിച്ച് തീർത്തിട്ടല്ലേ എന്നെ അടിക്കാൻ പറ്റും. ഈ ഒരു മാനസികാവസ്ഥയിലെ മറ്റേമാരെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പുടിനെ പോലെ ഒരു അല്ലെങ്കിൽ ഏകാധിപതി അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിനകത്ത് ആളുടെ അഭിപ്രായം ചോദിക്കാത്ത ആൾ, അല്ലെങ്കിൽ അത്തരം ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി, ലോകം ഭയക്കുന്ന ഒരാളിനോട് ഈ പറയുന്നത് പോലെ യുദ്ധം ഉണ്ടായാൽ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ അടിക്കും എന്ന് പറയുന്നിടത്ത് എന്നാ അടിക്കാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിന് വേറെ ലക്ഷ്യമുണ്ടല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഈ യുദ്ധം നിൽക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. റഷ്യ പറയുന്നത്, ഇപ്പോൾ റഷ്യ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക, റഷ്യയുടെ ഉദ്ദേശം മൊത്തത്തിൽ വാനരപ്പെടുത്തിയേക്കില്ലേ, ഉള്ള ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കാം, നമ്മളിത് മേടിച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് ഇവിടെ നിറഞ്ഞിട്ട് ഇപ്പം നമ്മൾ വേറെ രാജ്യങ്ങളിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ പറയുക, നാളെ കാലത്തെ ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ നാറ്റോയ്ക്കകത്തും യുദ്ധം നടന്നാലും നമ്മൾ കൊടുക്കണം സാധനം. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഉക്രൈൻ്റെ അയാൾ പറഞ്ഞ എന്തോന്നു, താരിഫ് കൊടുത്തത് ശരിയാണ് അമേരിക്ക. അവൻ പണ്ട് നമ്മുടെ ഭാഗമായിട്ട് നിന്നിട്ടൊന്നുമില്ല സെലൻസ്കി. ഇപ്പൊ യുദ്ധം നിർത്തുന്ന കാര്യത്തിനകത്ത് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UN-ലൊക്കെ നമുക്കെതിരായിട്ട് എന്ന് നിൽക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞതിനകത്ത് തെറ്റെന്ന് പറയാനില്ല. അപ്പോൾ അവനും 15% ക്രൂഡ് പെട്രോളും ഡീസലും കൊടുക്കുന്നത് നമ്മളാ. കാരണം ഇയാൾ പറയുന്നത് അവിടുന്ന് മേടിക്കുന്ന സാധനം ഇയാൾക്ക് കൊടുക്കുന്നത്. അപ്പം നാളെ കാലത്തെ യൂറോപ്യൻ യൂണിയനും നാറ്റോയെയും ഈ പറയുന്ന റഷ്യ അടിച്ചാൽ ഈ പെട്രോളിൻ്റെ ചിലവ് കൂടത്തേ ഉള്ളൂ. കാരണം യുദ്ധം നടക്കുമ്പോൾ കൂടുതലും അപ്പോഴും നമ്മളിത് സാധനം കൊടുക്കണം. അപ്പം നമ്മൾ ഈ യുദ്ധത്തിന്, ഞാൻ പറഞ്ഞത് യുദ്ധത്തിന് വേണ്ടിയുള്ള കാഹളം മുഴങ്ങുന്നു എന്നുള്ളതാണ്. അവിടുന്ന് വില കുറച്ച് എണ്ണ ഇങ്ങോട്ട് വരുന്നു,
മറ്റേടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. ഏതായാലും 10,000 സൈനികരെ അവിടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് പറയുന്നു. റഷ്യ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. അത് 10,000 അതിർത്തി ഉൾപ്പെടെ. അപ്പം ഇതൊരു യുദ്ധത്തിലേക്കുള്ള പോക്കാണ്. എല്ലാ രാജ്യങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിലാണല്ലോ, പ്രോക്സികൾ അടിച്ചുകൊണ്ടിരിക്കുക. ഇറാൻ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യം വന്നാൽ ഇസ്രായേൽ വീണ്ടും കയറി ഇറാനെ അടിക്കും. ഒരു സാഹചര്യം നമ്മളില്ല പറയത്തില്ലേ, പണ്ട് കാട്ടിലൊരു നിയമം ഉണ്ടാക്കി, ആ നിയമത്തിനകത്ത് നിയമം തെറ്റിച്ച് ആരും ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. അപ്പം പുലി മേളിൽ നിന്ന് വെള്ളം കുടിക്കുക, ഒരു മാൻ താഴെ നിന്ന് വെള്ളം കുടിക്കുക. അപ്പം മാനിനെ പിടിക്കണം പുലിക്ക്. നമ്മൾ നീ എന്തിനാണ് അതിൻ്റെ വെള്ളം കലക്കുന്നത്, താഴെ നിന്ന് വെള്ളം കലക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയാൽ ഒരു കാരണം നോക്കിയിരിക്കുക, ഇറാനെ വീണ്ടും അടിക്കുക. കാരണം സക്സസ് ആയിട്ടില്ല നേരത്തെ ഉള്ള അടി. അപ്പോൾ അവിടെ നിൽക്കുക. നമ്മൾ പാകിസ്ഥാനെ അടിക്കാൻ പരുവം കിട്ടി അമരിച്ചൊറിഞ്ഞാൽ നമ്മൾ അടിക്കും. അങ്ങനെ നമ്മുടെ നിലവിൻ്റെ വിഷയം. നമ്മൾ അടിച്ചിട്ട് അവൻ്റെ കൂട്ട് ചാപ്പാടടിക്കാനല്ല, നമ്മൾ എക്കണോമിക്കലി നമ്മൾ വലിയ മുന്നേറ്റത്തില്ല. അപ്പം നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നിലനിർത്തേണ്ട കടമ നമുക്കുണ്ട്. കാരണം വേറെ അടുത്തൊന്നും ഇങ്ങോട്ട് വന്നൊരു ബിസിനസ് ചെയ്യണമെങ്കിലേ അവിടെ അടിയും പിടിക്കുക ചെന്നാൽ നമ്മുടെ പൈസ പോകുന്നിടത്ത് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സുരക്ഷിതം കാണിക്കണം. അപ്പം ഇവിടെ നിൽക്കുക. യുക്രൈൻ അല്ലെങ്കിൽ റഷ്യ വാർ തീരുന്ന പ്രശ്നമില്ലല്ലോ. മാത്രമല്ല ഈ നാറ്റോ രാജ്യം, യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടെ വന്നാൽ ആ സമയത്ത് തന്നെ ഈ നാറ്റോയെ അടിക്കുന്ന സമയത്ത് ചൈന കയറി ഇവനെ അടിക്കും. ആരെ? തായ്വാനെ നോക്കിയിരിക്കുക. ചൈനയ്ക്കകത്ത് ആഭ്യന്തര പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ തായ്വാനെ പിടിക്കണം. അപ്പം അതിനുശേഷം GCC രാജ്യങ്ങൾ അങ്ങോട്ട് പോകും. ആഫ്രിക്കൻ രാജ്യങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ഈ അസർബൈജാനെ അല്ലെങ്കിൽ അർമേനിയ മറ്റേ മറിച്ച് എല്ലാം കിടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം എല്ലാവരും ഈ നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പ്രതിരോധ മേഖലയെ ഒക്കെ ഇങ്ങനെ ശക്തിപ്പെടുത്തി, അല്ലെങ്കിൽ എല്ലാവരും തയ്യാറെടുക്കുന്നു. അപ്പോൾ ഉണ്ടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കത്തില്ലേ, നമ്മൾ വെടിയുണ്ടയൊക്കെ തയ്യാറെടുത്ത് ഇപ്പം വലിക്കുന്നത് അതേ രീതിക്കാണ് നമ്മൾ. എവിടെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായ ഒരു വിഷയം ഉണ്ടായാൽ ലോകക്രമത്തിന് അത് വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകക്രമം ഒന്നും ആയിരിക്കണമെന്നില്ല, നാളെ കാലത്ത് മാറി മാറി വരും. അപ്പം രാജ്യങ്ങൾ തമ്മിൽ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഒരു പക്ഷേ ഇത് വലിയ വലിപ്പത്തിലേക്ക് പോകുമ്പം ഇതൊരു 2ാം ലോകമഹായുദ്ധത്തിന് സമാനം, 3ാം ലോകമഹായുദ്ധത്തിന് സമാനമായിട്ടുള്ള രീതിയിലേക്കൊക്കെ വന്നുകൂടായി. നമ്മൾ പറയുമ്പം ഓരോരുത്തന്മാരൊക്കെ നമ്മളെ കളിയാക്കും. പക്ഷേ തുടങ്ങിയാൽ ചിലപ്പം പ്രശ്നത്തിലേക്ക് വരും. ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ നമ്മളെല്ലാം സാമ്പത്തികമായിട്ടും മറ്റും പല രീതിയിലൊക്കെ ബാധിക്കും. പക്ഷേ ഓരോരുത്തരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അടുത്തൊരു 3ാം ലോകമഹായുദ്ധത്തിന് സമാനമായിട്ടൊരു ക്ലാഷ് ഉണ്ടാവും, അതിനുശേഷം ഇന്ത്യ ഒന്നാമത് എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കറിയത്തില്ല. ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു നീക്കം, നാറ്റോയുടെ ഈ ഒരു നീക്കം റഷ്യ അനുവദിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. അനുവദിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നാറ്റോയിൽ ചേരുന്നതിനാണ് യുദ്ധം. പോളണ്ടിനെക്കാട്ടി ഫ്രണ്ട് ഫേസ് വരുന്നത്. ഇപ്പം സഹായിക്കാൻ വരുന്നത് നാറ്റോ ചേർന്ന് നാറ്റോ ചേരുമെന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയം വന്നാൽ എല്ലാവരോടും സഹായിക്കും. ഈ നാറ്റോയാണല്ലോ ഇപ്പോൾ ഇവരെ സഹായിക്കാൻ 10,000 സൈനികരെയും കൊണ്ട് വരുന്നത്. പിന്നെ റഷ്യ അടിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് കൂടുതൽ വലിപ്പത്തിലടിക്കും.